വി.ഡി. സതീശൻ എന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ എടപ്പാളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് വെറും വി.ഡി. സതീശനായിക്കൊണ്ട് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, വിജിഗീഷുവായ വി.ഡി. സതീശനായിക്കൊണ്ടാണ്. ജാഥാ ക്യാപ്റ്റനെ എടപ്പാളിലും കണ്ടു. ചെറുപ്പക്കാര്, UDFന്റെ അണികള്, നാട്ടുകാര് തോളിലേറ്റി എന്ന് പറയണോ നെഞ്ചിലേറ്റി എന്ന് പറയണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ രണ്ടും ചേർത്ത് പറയുന്നു, തോളിലേറ്റി നെഞ്ചിലേറ്റി കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും ഈ രാഷ്ട്രീയ നേതാവിന്റെ ശരീരത്തിന് കനല്ല. ശരീരത്തിന് മാത്രമല്ല, തലക്കും കനവില്ല. അതാണ് ഇന്ന് കേരളത്തിനും നാടിനും ആവശ്യമായിട്ടുള്ളത്. പുതുയുഗം എന്ന് പറയല്ല, പുതുയുഗത്തിന്റെ കേരളത്തിന്റെ മാപ്പ് വരച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ദിശാബോധത്തോടെയാണ്, വളരെ കൃത്യമായ ദിശാബോധമാണ്. കേരളത്തിന് ഇന്ന് ആവശ്യം അതാണ്. കേരളം ആർക്കെങ്കിലും കുട്ടിച്ചോറാക്കാൻ വിട്ടുകൊടുക്കേണ്ട ഒരിടമല്ല. അത് മഹാന്മാർ പാടുപെട്ട് വളർത്തിയെടുത്ത ഇന്ത്യക്ക് മാതൃക കാട്ടിയ സംസ്ഥാനമാണ്. നാളത്തെ കേരളത്തിന്റെ നിർമ്മിതിക്കുള്ള ശില്പികൾ, യുഗശില്പികൾ അവരാണ് ഈ ജാഥയിൽ അണിചേർന്ന ഓരോ സാധാരണക്കാരനും. ഇത് വെറും രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, ഇത് UDFന്റെ ജാഥയാണ്. ശരി, സമ്മതിച്ചു. ഇത് UDFലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നതും നയിക്കുന്നത്. പക്ഷേ ഇത് കേരളത്തിന്റെ ജനകീയ യാത്രയാണ് ഈ നടക്കുന്നത്. കേരളീയരുടെ അവരുടെ ആശകളാണ്, അവരുടെ അഭിലാഷങ്ങളാണ്. അതാണ് ഈ പോകുന്നിടത്ത് ഇത്ര വലിയ ജനക്കൂട്ടം. കേരളത്തിന് ഇന്ന് ആവശ്യം മൃദുലഭാവമാണ്. പാരുഷ്യം കണ്ട് മടുത്തിരിക്കുന്നു. കാഠിന്യം, പാരുഷ്യം, വാക്കിൽ, പ്രവൃത്തിയിൽ, ഭരണത്തിൽ, രാഷ്ട്രീയത്തിൽ കഠിനം കഠിനം. എല്ലാവരുടെയും നാടായ എല്ലാവരും കെട്ടിപ്പടുത്ത ഇന്ത്യ. കഠിൻ ഹെ രാഹ ഗുസർ, ഈ വഴി കടന്നു പോകുന്നത് കഠിനമാണ്. തോടി ദൂർ സാത്ത് ചലോ, കുറച്ചു കൂടെ നീയും എന്റെ കൂടെ നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാസർകോട്ട് നിന്ന് പുറപ്പെട്ടു വന്നപ്പോ എങ്ങനെ ഒരു തുടങ്ങി വെച്ചത് ഇന്നൊരു വലിയ ജനകീയ ഘോഷയാത്രയായിട്ടാണ് ഇത് തിരുവനന്തപുരത്ത് പോയി സമാപിക്കാൻ പോകുന്നത്. പണ്ട് കവി പറഞ്ഞ പോലെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ പറയുന്നത്. കഠിൻ ഹെ രാഹ ഗുസർ, തോടി ദൂർ സാത്ത് ചലോ, കഠിൻ ഹെ. ഇത് പറഞ്ഞാൽ തന്നെ ഒരു കഥയാവും. ഇത് ഉറുദുവാ. പക്ഷെ കഠിനം നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്കാണ് ഉറുദുവിൽ കയറിയത്. കാരണം സംസ്കൃതത്തിൽ നിന്നാണ് ഉറുദുവിലേക്കും മലയാളത്തിലേക്കും ഈ വാക്ക് വന്നത്. അതാണ് ഇന്ത്യ. ഓരോരുത്തർ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ നാട്ടില്, ആളുകളെ തമ്മിൽ തെല്ലിപ്പിക്കാൻ. അപ്പോഴൊക്കെ വർഗീയതയുമായി എനിക്ക് കോംപ്രമൈസ് ഇല്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഈ കടന്നു വന്നിട്ടുള്ളത്.